പുതിയൊരു ഡിസൈൻ പരിചയപ്പെടുത്തുകയാണ്. ശരിക്കും 3D എഫക്റ്റ് വരുന്ന വലിയ അളവിൽ നിങ്ങൾക്ക് ചാർട്ട് പേപ്പറിൽ വലുതാക്കി വരയ്ക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ അത് കളർ കൊടുക്കുന്ന രീതിയും അളവും ഒക്കെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു തരാം. A4 പേപ്പർ തന്നെയാണ് ഇത്തവണയും വരയ്ക്കുന്നത്. അപ്പോൾ ചാർട്ട് പേപ്പറിൽ വരയ്ക്കുമ്പോൾ ആനുപാതികമായി ഇരട്ടി അളവെടുത്താൽ മതി. ഞാനിവിടെ ഒരു യൂണിറ്റ് 1.5 സെൻറ്റിമീറ്ററാണ്. നിങ്ങൾ ചാർട്ടിലേക്ക് ആക്കുമ്പോൾ 3 സെൻറ്റിമീറ്റർ ഒരു യൂണിറ്റാക്കി എടുക്കുക. അപ്പോൾ A4 പേപ്പറിൻ്റെ മധ്യബിന്ദു 10.5 സെൻറ്റിമീറ്ററിൽ മധ്യബിന്ദു അടയാളപ്പെടുത്തിയതിന് ശേഷം അതേ റേഡിയസ് 10.5 സെൻറ്റിമീറ്റർ തന്നെ 10.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുകയാണ്. സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ പേപ്പറിൻ്റെ ഏറ്റവും അറ്റത്തൂടെ ആയിരിക്കും വരിക. ഇനി ഇത് 6 തുല്യ ഭാഗമാക്കി നമുക്കൊരു ഹെക്സഗൺ ഉണ്ടാക്കണം. അപ്പോൾ ഒരുപാട് വീഡിയോ ആ രൂപത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ ഇത് പെൻസിൽ കൊണ്ടാണ് വരയ്ക്കേണ്ടത്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം CD മാർക്കർ ഇട്ട് ബ്ലാക്ക് ആക്കിയിട്ട് വരയ്ക്കുകയാണ്. ഒരിക്കലും നിങ്ങളിങ്ങനെ വരയ്ക്കരുത്. പെൻസിൽ കൊണ്ട് മാത്രമേ വരയ്ക്കാവൂ. കാരണം സർക്കിളും ആർക്കും ഒന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് വരച്ചാൽ അത് മായ്ച്ച് പോക്കാനാവില്ലല്ലോ. ഞാൻ രണ്ടാമതെടുക്കുന്ന പേപ്പർ വേറെയാണ് ഇതാ. അപ്പോൾ ആ പോയിൻ്റുകൾ യോജിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഹെക്സഗൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് വീഡിയോ മുമ്പ് ചെയ്തതാണ്. ഇനി അവിടുന്ന് 1.5 സെൻറ്റിമീറ്റർ മധ്യഭാഗത്തേക്ക്, മധ്യബിന്ദുവാണേ മറ്റേ ഭാഗത്ത് തൊടുന്നത്, 1.5 സെൻറ്റിമീറ്റർ, അത് 6 ഭാഗത്തുമില്ല, 3 ഭാഗത്ത്, ഒന്നിടവിട്ട 3 ഭാഗത്ത് മാത്രം. ഇനി അടുത്തത് നമ്മൾ 1.5 സെൻറ്റിമീറ്ററിൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ കൃത്യമായി 1.5, 3, 4.5, 6, 7.5, 9 ആ രൂപത്തിൽ 6 വശത്തും. കാരണം നമ്മളെ ഈ വരയുടെ ലെങ്ത് 10.5 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഒരറ്റത്ത് 0വും മറ്റേ അറ്റത്ത് 10യും വെച്ച് കഴിഞ്ഞാൽ 1.5, 3, 4.5, 6, 7.5, 9 അങ്ങനെ 6 പോയിൻ്റുകൾ നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. 1.5, 3, 4.5, 6, 7.5, 9 6 ഭാഗത്താണ്. ഉള്ളിൽ നമ്മൾ ചെയ്യുന്നില്ല. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ഇതാ ഒരു വശത്ത് വെച്ചതിന് ശേഷം ആ പോയിൻ്റ് മുതൽ അറ്റത്ത് വരെ ഇതാ രണ്ടറ്റത്തും കൂട്ടിമുട്ടുന്നില്ല എന്നുള്ള ശ്രദ്ധിക്കുക. ഒരറ്റത്ത് മുതൽ പോയിൻ്റ് വരെ. അപ്പോൾ ഒന്നിടവിട്ട് തിരിഞ്ഞും മറിഞ്ഞുമാണ് ഉണ്ടാകുക. ഇങ്ങനെ ഇനി അത് ക്രോസ് ചെയ്ത് വരും. ആ പോയിൻ്റ് വരെ മാത്രമേ വരൂ. ഇനി അത് ഈ അറ്റത്ത് വരെ എത്തും. ഇവിടെയും ആ പോയിൻ്റ് ജോയിൻറ്റിൽ. അപ്പോൾ ഇതാ ഈ രൂപത്തിൽ ഒന്നിടവിട്ട് ഒരു ഡേയ്സ് ഉണ്ടാകുന്ന രൂപത്തിലാണ് ഉണ്ടാകുക. ഇനി ഇതാ ആ വരക്ക് പാരലൽ ലൈൻ വക്കിലൂടെ 6 വക്കിലൂടെയും പാരലൽ ലൈൻ. അപ്പോൾ അത് 1.5 സെൻറ്റിമീറ്റർ മാത്രമേ വരക്കുന്നുള്ളൂ, 1.5 സെൻറ്റിമീറ്റർ കൂടുതലില്ല. അപ്പോൾ കറക്റ്റായിട്ട് സ്കെയിലിൻ്റെ താഴത്തെ പോയിൻ്റിൽ തന്നെയാണ് വെക്കുന്നത്. സ്കെയിൽ തിരിഞ്ഞു പോകാൻ പാടില്ല. താഴെ നമുക്കൊരു ആ പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റിലൂടെ ചേർത്തിട്ട് വേണം വരക്കാൻ. അതായത് താഴെ എന്ന് പറയുമ്പോൾ മറുവശത്തുള്ള പോയിൻ്റാണ്. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ 1.5യുടെ ഗുണിതങ്ങൾ അതിൻ്റെ നേരെ എതിർവശത്തുണ്ടല്ലോ, ആ പോയിൻ്റിലേക്കാണ് ചേർത്ത് വെക്കുന്നത്. ഇങ്ങനെ വരുമ്പം തിരിഞ്ഞ് വരും. എല്ലാം ഒരേ രൂപത്തിലല്ല. സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഞാൻ ഈ ബ്ലാക്ക് പെന്ന് കൊണ്ടാണ് വരച്ച് കാണിക്കാറ്. പക്ഷേ ഈ ഡിസൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചിലപ്പോൾ ചില വരയങ്ങ് വാളിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് എങ്ങാനും പോയി. എന്നിട്ടും എന്നോട് വരച്ചുകൊണ്ട് വെക്കുമ്പോൾ ഒരു വരക്ക് പിശക് പറ്റിയിരുന്നു. അപ്പോൾ ബ്ലാക്ക് ഇങ്ക് പെർമനൻ്റ് മാർക്കർ ആണെങ്കിൽ അത് ഒരിക്കലും നമുക്ക് മാറ്റാനാവില്ല. അതുകൊണ്ടാണ് പെൻസിൽ കൊണ്ട് കട്ടിയിൽ വരയ്ക്കുകയാണ്. നിങ്ങൾക്ക്
പിന്നെ വിഷ്വൽ പ്രശ്നം ഉണ്ടാവില്ല, കാരണം ഞാൻ നല്ല നിറമുള്ള പെൻസിലുകൊണ്ട് കട്ടി തന്നെയാണ് വരയ്ക്കുന്നത്. കഴിയുന്നതും നിങ്ങളും ഈ രൂപത്തിൽ ആദ്യഘട്ടത്തിൽ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതാണ് നല്ലത്. കാരണം ചില വര നമ്മൾ ഉദ്ദേശിക്കാത്ത രൂപത്തിൽ ചാടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 2HB അപ്സര കമ്പനിയുടെ ആ പെൻസിലാണ്, നല്ല നിറത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിൻ്റെ ഒടുവിൽ നമുക്ക് CD മാർക്കർ കൊണ്ട്, CD മാർക്കറല്ല, ഞാൻ തടിച്ച പെർമനൻറ്റ് മാർക്കറാണ് ഉപയോഗിച്ച്. അപ്പോൾ നല്ല കട്ടി തന്നെ ബ്ലാക്ക് കൊണ്ട് നമുക്ക് പിന്നീട് വരക്കാം അതിൻ്റെ മേലെ കൂടെ. ഇവിടെ 0 ആ അറ്റത്തും ആണ് വെച്ചത്. എന്നിട്ട് 7.5 സെൻറ്റിമീറ്ററിലാണ് പോയിൻ്റ് ഇട്ട്. അപ്പോൾ ഈ വര 7.5 വരെ വരച്ച് 1.5 സെൻറ്റിമീറ്റർ വിട്ട് വീണ്ടും 1.5 സെൻറ്റിമീറ്റർ വരച്ച്. ഇനി അടുത്ത് 6 വരെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. 6 1.5 സെൻറ്റിമീറ്റർ വിട്ട് 3 സെൻറ്റിമീറ്റർ വിട്ട് അവിടെ 1.5 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം. ഇനി മൂന്നാമത്തെ വീണ്ടും 1.5 കുറഞ്ഞ് 4.5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ വരച്ച് 1.5 സെൻറ്റിമീറ്റർ വിട്ട് 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്ന, വീണ്ടും 1.5 വിട്ട് 1.5 വരയ്ക്കുന്നു. അടുത്തത് അപ്പോൾ ആനുപാതികമായിട്ട് ഓരോ യൂണിറ്റ് കുറയാണോ. ഇപ്പോൾ 3 1.5 ഗ്യാപ്പ് 3 1.5 ഗ്യാപ്പ് 3 അങ്ങനെയാണ് വരച്ചത്. അടുത്തത്. അപ്പോൾ ആദ്യത്തെ വര 1.5 സെൻറ്റിമീറ്റർ ഉണ്ടാവും. 1.5 1.5 ഗ്യാപ്പ്, വീണ്ടും 3 1.5 ഗ്യാപ്പ്, വീണ്ടും 3 1.5 ഗ്യാപ്പ്. അവിടെ 1.5യാണ് വരയ്ക്കുന്നത്. ഈ മധ്യഭാഗത്ത് അവിടെ 1.5 വിട്ടിട്ടാണ് 3 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നത്. വീണ്ടും 3 സെൻറ്റിമീറ്റർ 1.5 വിട്ട്, ഓരോ 1.5 ഗ്യാപ്പിന് ശേഷം 3 സെൻറ്റിമീറ്റർ. കൃത്യമായി ആ സ്കെയിലിലുള്ള അളവ് തന്നെ നോക്കിയാൽ മതിയല്ലോ, അതിനനുസരിച്ച്. അതുകൊണ്ടാണ് അറ്റത്ത് 0 തന്നെ വെക്കുക. ഇനി റൈറ്റ് സൈഡിൽ എങ്ങനെയാണോ വരച്ചേ അതുപോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡിലും വരുന്നത്. 1.5 വരച്ച് 1.5 ഗ്യാപ്പ്, 3 1.5 ഗ്യാപ്പ്, 3 1.5 ഗ്യാപ്പ്, വീണ്ടും 1.5. അടുത്തതും അപ്പുറത്ത് എങ്ങനെയാണോ ഉള്ളത് 1.5 വരച്ചുകൊണ്ട് ഇവിടെ 3 വരക്കേണ്ടത്. 3 1.5 ഗ്യാപ്പ്, വീണ്ടും 3 1.5 ഗ്യാപ്പ്, വീണ്ടും 3. അടുത്തത്. അപ്പോൾ ആദ്യത്തെ വര കൂടി വരും. 3ന് ശേഷം 4.5 1.5 ഗ്യാപ്പ്, 3 1.5 ഗ്യാപ്പ്, 1.5 ഇട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ലെങ്ത്ത് ഒന്നും കൂടെ കൂടും. 4.5 എന്നുള്ള ഇപ്പോൾ 6 മാറും. 6 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ വരക്കും. 1.5 ഗ്യാപ്പ്, വീണ്ടും 3 സെൻറ്റിമീറ്റർ. അടുത്തത്. ഇവിടെ 7.5യാണ് വേണ്ടത്. 7.5 ഗ്യാപ്പ് 1.5. ഈ രൂപത്തിലാണ് എല്ലാം, അതേ താളത്തെ തന്നെയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നോക്ക്, ലെഫ്റ്റും റൈറ്റും ഒരേപോലെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ എങ്ങനെയാണോ വരച്ച് അതേ താളത്തിൽ തന്നെയാണ്, അതായത് മധ്യഭാഗത്തുനിന്ന് തിരിച്ചും മറച്ചും ഒക്കെ വരുന്നത്. ഇനി ഇവിടെ ഈ അറ്റത്ത് നമ്മൾ 7.5 സെൻറ്റിമീറ്റർ ആയിരുന്നു വരച്ചത്. ആ ലെങ്ത്ത്, നീളം കൂടുതലുള്ളത് 7.5 സെൻറ്റിമീറ്റർ കണ്ടോ. രണ്ടാമത്തെ താഴെ വരും 6 സെൻറ്റിമീറ്റർ മാത്രമേ ഉണ്ടാവൂ. 6 എന്നിട്ട് 1.5 ഗ്യാപ്പിന് ശേഷം അവിടെ 3. വീണ്ടും. അപ്പോൾ ഇവിടെ 6ന് ശേഷം 4.5 സെൻറ്റിമീറ്ററാണ് ആദ്യത്തെ വര വരിക. 4.5 സെൻറ്റിമീറ്റർ, ഒരു ഗ്യാപ്പിന് ശേഷം 3, വീണ്ടും 1.5 ഗ്യാപ്പിന് ശേഷം ഒരു 1.5 സെൻറ്റിമീറ്റർ. അടുത്തത്. അപ്പോൾ 4.5 ആയതുകൊണ്ട് താഴെ ഇനി 3 തുടർച്ചയായി വരേണ്ടത്. 3, ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും 3, ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും 3. 1.5 ഗ്യാപ്പ്.
ഇവിടെ ഇനി താഴെ 1.5 ഉണ്ടാവും. 1.5 ഗ്യാപ്പിന് ശേഷം 3, വീണ്ടും 1.5 ഗ്യാപ്പിന് ശേഷം 3 സെൻറ്റിമീറ്റർ. ആ രൂപത്തിൽ ഇങ്ങനെ പോവുകയാണ്. യെസ്, അവിടെ ഒരു ഗ്യാപ്പിന് ശേഷം 1.5, 3, 1.5, 3 ആ രൂപത്തിൽ കൊടുക്കുകയാണ്. ഇനി മറ്റേ വശത്ത് ചെയ്തതിൻ്റെ ആവർത്തനമാണ്. അങ്ങോട്ട് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ. ഇത് ഒരേ താളത്തിൽ മുഴുവനായിട്ടും വരക്കുന്നില്ല. ഈ ഡിസൈനിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് മേലെ ഒരു ക്യൂബ്, പിന്നെ തൊട്ട് താഴെ 2, അങ്ങനെ 3, 4, 5, 6 വരെയാണ്. അപ്പോൾ ബാക്കിയുള്ള സ്പേസ് അത് വേറെ തരത്തിൽ ഡിസൈൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഒരേ താളത്തിൽ മുഴുവനായിട്ടും വരച്ചുവിടാത്തത്. നമ്മളിപ്പോൾ 4.5 സെൻറ്റിമീറ്ററാണ് വരച്ച്. ഇനി ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അത് 6 സെൻറ്റിമീറ്റർ ആവും. ആ വലിയ വര, അറ്റത്തുള്ള വര 6 സെൻറ്റിമീറ്റർ ആവും. പിന്നെ 1.5 ഗ്യാപ്പിന് ശേഷം 3 സെൻറ്റിമീറ്റർ. യെസ്, വീണ്ടും. അപ്പോൾ ഇവിടെ 7.5 സെൻറ്റിമീറ്റർ ആവും. ആ വലിയ വരയുടെ ലെങ്ത്ത് 7.5 സെൻറ്റിമീറ്റർ ആവും. പിന്നെ 1.5 വിട്ടതിന് ശേഷം ഒരു 1.5 വര. യെസ്, ഇനി തിരിച്ചു വെക്കുകയാണ്. ഇതാ അവിടെ മേലെ നിന്ന് താഴേക്ക് വരുന്ന ആദ്യം 7.5 വരച്ച് ഒരു ഗ്യാപ്പ്, അതുപോലെ പിന്നെ 6 സെൻറ്റി, ഇപ്പോൾ 4.5 സെൻറ്റിമീറ്ററാണ് ഇനി വരക്കേണ്ടത്. 4.5, അര സെൻറ്റിമീറ്റർ ഗ്യാപ്പ്, 3 വരച്ച് അര ഗ്യാപ്പ് വീണ്ടും താഴോട്ട്. ഇനി ഇവിടെ 3 3 സെൻറ്റിമീറ്ററാണ് മേലെ നിന്ന് വരക്കുക. അര സെൻറ്റിമീറ്റർ ശേഷം വീണ്ടും 3 ഗ്യാപ്പ്, വീണ്ടും 3, ആ രൂപത്തിൽ വരിക. പൊതുവായിട്ട് വരുന്ന ഗ്യാപ്പ്, എല്ലാ ഗ്യാപ്പും 1.5 സെൻറ്റിമീറ്ററിൻ്റെതായിരിക്കും. 1.5 സെൻറ്റിമീറ്റർ ഇടവിട്ട് വരക്കുന്ന വരകൾ സാധാരണഗതിയിൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. പക്ഷേ അറ്റത്തോട്ട് എത്തുമ്പോൾ അതിന് മാറ്റം വരും. അപ്പോൾ 1.5, 3, 1.5, 3 എന്നുള്ള രൂപത്തിലാണ് വരിക. ഇതാ അവിടുന്ന് കൃത്യമായിട്ട് 1.5 സെൻറ്റിമീറ്ററിൽ നിന്ന് താഴേക്ക് 3 സെൻറ്റിമീറ്റർ വരക്കണം. അപ്പോൾ നമ്മൾ സ്കെയിലിൻ്റെ അടയാളം അതിന് അനുസരിച്ച് നോക്കി നോക്കി വെച്ചാൽ മതി. ഒന്നര ഗ്യാപ്പിന് ശേഷം 3 ഇടവിട്ട് 3, 3 വരക്കുകയാണ്. അപ്പോൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും നമ്മളോട് ചില വരകൾ മിസ്സായി പോയിട്ടുണ്ടാവും. അത് അവസാനം ചിത്രം നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. അപ്പോൾ അതിന് കണക്കാക്കി ചെയ്തേക്കണം. ഇതാ 4.5 ഇപ്പോൾ അറ്റത്ത് വരച്ചത്. ഇപ്പോൾ ഇനി 6 സെൻറ്റിമീറ്റർ നീളത്തിലാണ് വരക്കേണ്ടത്. 6 സെൻറ്റിമീറ്ററിൽ യെസ്, 1.5 ഗ്യാപ്പിന് ശേഷം 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അടുത്തത് 7.5 സെൻറ്റിമീറ്റർ, ഒരു ഗ്യാപ്പിന് ശേഷം 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിങ്ങനെ വരച്ചെങ്കിലും ചില വരകൾ ഒഴിവായി പോയിട്ടുണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ചെയ്യുക. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കാണുന്നുണ്ട്. അത് ഒരു ക്യൂബായിത്തീരുന്ന രൂപത്തിൽ എങ്ങനെയാണോ കിട്ടേണ്ടത് അതിനനുസരിച്ച് അങ്ങ് ചെയ്യുക. യെസ്, അപ്പോൾ മുഴുവൻ ചെയ്തെടുത്താൽ ഈ രൂപത്തിലാണ് ഉണ്ടാകുക. ഇനി നമുക്കിതൊന്ന് നല്ല ഡാർക്കാക്കി ചെയ്യണമെങ്കിൽ ഒന്നുകിൽ സ്കെച്ച് പെന്നുകൊണ്ട് ചെയ്യാം. CD മാർക്കറിന് അത്ര വണ്ണം കിട്ടിയെന്ന് വരില്ല. ഇത് ഞാൻ പെർമനൻറ്റ് മാർക്കർ, തടിച്ച പെർമനൻറ്റ് മാർക്കർ കൊണ്ടാണ്, ബോൾഡ് ബ്ലാക്ക് പെർമനൻറ്റ് മാർക്കർ കൊണ്ടാണ് വരച്ചത്. യെസ്, ഇനി അതിന് കളർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ക്യൂബിൻ്റെ ഒരു സൈഡ്, അതായത് റൈറ്റ് സൈഡ്, ഈ പിടിച്ച രൂപത്തിലാണെങ്കിൽ റൈറ്റ് സൈഡിൽ മാത്രം റെഡ്. തിരിച്ചു പിടിക്കുമ്പോൾ ഇതാ ലെഫ്റ്റാണ്. തിരിച്ചു പിടിച്ചുകൊണ്ട് ഇപ്പോൾ ആ റൈറ്റെല്ലാം ലെഫ്റ്റായി മാറി. യെസ്, ഇനി അത് തന്നെ ആവർത്തിക്കുകയാണ്. അടുത്ത
താഴെയുള്ള കട്ടയിലും ആ രൂപത്തിൽ തന്നെ റൈറ്റ് സൈഡാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാം റൈറ്റ് സൈഡിൽ കാണുന്ന രൂപത്തിൽ റൈറ്റ് സൈഡിൽ തന്നെ കൊടുക്കും. അടുത്ത നിരയിലും റൈറ്റ് സൈഡിൽ മാത്രം. യെസ്, താഴത്തെ ക്യൂബിലും 1 2 3 4 പോയിൻ്റ്, അവിടെ 3 പോയിൻ്റ് എല്ലാം അതാത് ക്യൂബിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇങ്ങനെ പിടിച്ചുകൊണ്ട് യെസ്. ഇനി അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതിൻ്റെ നേരെ ലെഫ്റ്റ് സൈഡിൽ ഇതാ ഈ രൂപത്തിൽ തന്നെ പിടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഓറഞ്ച് കളറാണ് ഇതാ. അപ്പോൾ നോക്കണം, ഓരോ ക്യൂബിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓറഞ്ച് കളർ. അപ്പോൾ 2 സൈഡ് റൈറ്റും ലെഫ്റ്റും നമ്മൾ പറഞ്ഞ്. യെസ്, ആദ്യം പോയിൻ്റ് ഇടുന്നത് ഇങ്ങനെ തെറ്റിപ്പോവാതിരിക്കാനാണ്. ഇനി ഓരോ ക്യൂബിൻ്റെ ടോപ്പ്, ആ ടോപ്പിൽ യെല്ലോ കളറാണ്, യെല്ലോ കളർ. അപ്പോൾ 3 കളറാണ് ഉപയോഗിക്കുന്നത്: റെഡ്, ഓറഞ്ച്, യെല്ലോ. യെസ്. ഇനി ആ റെഡ് മുഴുവൻ നമ്മൾ പോയിൻ്റ് ചെയ്ത് അറ്റത്തൊഴികെയുള്ള ആ ക്യൂബിൽ മാത്രം നമ്മൾ റെഡ് കൊടുത്താൽ ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി അതിൻ്റെ മറ്റേ സൈഡിൽ ഓറഞ്ച് കൂടെ കൊടുക്കുമ്പോൾ ഈ രൂപത്തിലുണ്ടാകും. നമ്മൾ ക്യൂബിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പുറത്ത് കൊടുത്തിട്ടില്ല. ഇനി ആ നേരത്തെ പറഞ്ഞ ടോപ്പിലുള്ള ആ യെല്ലോ കൂടെ കൊടുത്താൽ ഇങ്ങനെ ഉണ്ടാകും. യെസ്. ഇനി നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് റെഡ് കാണുന്ന ഒരു പോർഷനുണ്ട്. ആ പോർഷൻ മുഴുവനായിട്ടും റെഡാണ്. അത്രയും ഭാഗമാണ്, താഴെ അറ്റത്തേക്ക് വരുന്നില്ല. അതേപോലെ ഓറഞ്ച്, ഇപ്പോൾ ടോപ്പിൽ കാണുന്ന ആ രൂപത്തിൽ ഓറഞ്ച്. അങ്ങനെയാണെങ്കിൽ ഇതാ 2 കളർ ചെയ്ത് മൂന്നാമത്തെ കളർ അവിടെ തീർച്ചയായിട്ടും യെല്ലോ കളർ തന്നെ ആയിരിക്കുമല്ലോ, യെല്ലോ കളർ. അപ്പോൾ ഇപ്പോഴ് വക്കിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി അത് ഒരു റെഡിനോട് ചേർന്നല്ല, അതുപോലെ യെല്ലോവിനോട് ചേർന്നിട്ടല്ല വരിക, യെല്ലോൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ. അതുപോലെ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്, അല്ലെങ്കിൽ റെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരിക. അപ്പോഴാണ് അതൊരു 3D എഫക്റ്റുള്ള ഒരു കാഴ്ചയായി മാറുന്നത്. യെസ്. ഇപ്പോൾ ഓരോന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വന്നത്. അതായത് കൂടുതൽ നമ്മൾ കളർ കൊടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതാണ്. അപ്പോൾ ഇതാ മുഴുവനായിട്ടും ചെയ്തെടുത്ത ചിത്രം ഈ രൂപത്തിലാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷൻ കാലത്ത് ചെയ്യാൻ പറ്റിയ, ചെയ്ത് പഠിക്കാൻ പറ്റിയ, ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് A4 പേപ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തെടുക്കുന്ന A4-ൽ ചെയ്തെടുക്കുന്ന ചിത്രങ്ങളെല്ലാം ചേർത്ത് വെച്ച് തീർച്ചയായും ഒരു ആൽബമാക്കി മാറ്റണം. ഇനി ഇത് ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ എന്താ ചെയ്യേണ്ടത്? വേറെ ഒന്നും ചെയ്യണ്ട. 1.5 സെൻറ്റിമീറ്ററിന് പകരം 3 സെൻറ്റിമീറ്റർ എല്ലാ അളവും ഇരട്ടിയാക്കുക. ആ രൂപത്തിൽ വരുമ്പോൾ ഒരു വലിയ ചിത്രമായിട്ട് ചാർട്ടിൽ കിട്ടും. അപ്പോൾ നല്ല 3D എഫക്റ്റുള്ള, ശരിക്കും ഇതാ മധ്യഭാഗത്ത് കട്ടകൾ ഓരോന്നും 1 2 3 4 5 6 അങ്ങനെ കൃത്യമായിട്ട് അടുക്കി വെച്ചത് നമുക്ക് കാണാം. അത് 3 സൈഡിൽ നിന്ന് നോക്കിയാലും കാണാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി തന്നെ വരയ്ക്കുക. ഓക്കെ.